വേനലവധി തുടങ്ങുകയായി. വേനലവധി ആരംഭിക്കുന്നതിന്റെ തലേന്ന് മാസ്റ്ററുടെ അറിയിപ്പുണ്ടായി. നാളെ നാം ക്യാമ്പിങ്ങിന് പോകുന്നു. കമ്പിളിയും പൈജാമയും ഒക്കെയായി വൈകുന്നേരം എല്ലാവരും സ്കൂളിലെത്തുക. മാസ്റ്റർ കൊടുത്തയച്ച കുറിപ്പുമായി ടോട്ടോച്ചാൻ വീട്ടിലേക്ക് ഓടി. ക്യാമ്പിംഗ് എന്ന് വെച്ചാൽ എന്താ? കുറിപ്പ് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ സംശയം പ്രകടിപ്പിച്ചു. അമ്മയ്ക്കും കൗതുകമായിരുന്നു. പുറത്തെവിടെയെങ്കിലും കൂടാരമടിച്ച് അതിനുള്ളിൽ ഉറങ്ങുക, ആവോ അങ്ങനെ ആയിരിക്കും, അവർ പറഞ്ഞു. കൂടാരത്തിൽ കിടന്നുറങ്ങാലായി ഒരുപാട് നക്ഷത്രങ്ങൾ കാണാം, അമ്പിളിയമ്മാവനെ കാണാം. അല്ല, നിങ്ങൾ എവിടെയാ കൂടാരമടിക്കുക എന്നതിൽ എഴുതിയിട്ടില്ലല്ലോ. ഓ, ചിലപ്പോ സ്കൂളിനടുത്ത് തന്നെ ആയിരിക്കും. അന്ന് രാത്രി യാമങ്ങളോളം അവൾക്കുറങ്ങാനായില്ല. ക്യാമ്പിങ്ങിനെ കുറിച്ചുള്ള വിചാരങ്ങൾ ആ കൊച്ചു തലയ്ക്കുള്ളിൽ വല്ലാതെ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത്യുജ്വലമായ ആ സാഹസം എങ്ങനെയായിരിക്കും? അവളുടെ ഹൃദയം പടപടാ മിടിച്ചു. ടോട്ടോച്ചാൻ വെളുപ്പിനുണർന്നു. തനിക്ക് കൊണ്ടുപോകേണ്ട സാമഗ്രികളെല്ലാം കിറ്റിനുള്ളിലാക്കി. ഏറ്റവും ഒടുവിൽ പൈജാമയും ബ്ലാങ്കറ്റും തിരികെ കയറ്റി കിറ്റ് തയ്യാറാക്കി. എങ്കിലും ആ സായാഹ്നത്തിൽ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ടോട്ടോച്ചാന് ഭയം തോന്നി. താൻ തീരെ ചെറിയ കുട്ടിയാണല്ലോ എന്നവൾ ഓർത്തുപോയി. സ്കൂളിൽ കുട്ടികളെല്ലാം ഒത്തുചേർന്നു. മാസ്റ്റർ പറഞ്ഞു, നമുക്ക് അസംബ്ലി ഹാളിലേക്ക് പോകാം. എല്ലാവരും ഹാളിലെത്തി. മാസ്റ്റർ മുന്നിലെ ഇടുങ്ങിയ സ്റ്റേജിലേക്ക് പ്രവേശിച്ചു. പശ്ചിമയുള്ള ഉറപ്പ് തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കൂടാരമായിരുന്നു, പച്ച നിറത്തിലുള്ള ഒന്ന്. കൂടാരം കൂട്ടുന്നത് എങ്ങനെയെന്ന് അറിയാമോ? കൂടാരത്തുണിയുടെ കെട്ടുകൾ അഴിച്ചു വിടർത്തിയിട്ടുകൊണ്ട് മാസ്റ്റർ ചോദിച്ചു. ഇത് ഉറപ്പിക്കാൻ പോവാ, ശ്രദ്ധിച്ച് നോക്കിക്കോണം ട്ടോ. കിതച്ച് ഇടയ്ക്കിടെ ദീർഘാശ്വാസം വിട്ട് മാസ്റ്റർ ഒറ്റയ്ക്ക് കൂടാരം ഉയർത്താൻ ആരംഭിച്ചു. കയറുകൾ പല വഴിക്ക് വലിച്ചു കെട്ടി, തൂണുകൾ ഉയർത്തി നിർത്തി. കുട്ടികളുടെ ആശ്ചര്യം മുരൾച്ചകളായി മാറുന്നതിന് മുമ്പ് തന്നെ അതാ ഒരു മനോഹരമായ കൂടാരം ഉയർന്നു കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും കൂടി ഹാളിൽ നിറയെ കൂടാരങ്ങൾ അടിക്കാൻ പോവാ. എന്താ, തുടങ്ങാലോ? മാസ്റ്റർ പറഞ്ഞു. തുറസ്സുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും കൂടാരം അടിക്കുകയെന്നത്രേ മറ്റാരെയും പോലെ അമ്മയും ധരിച്ചിരുന്നത്. പക്ഷേ മാസ്റ്റർ മറ്റു ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തു. പുറത്ത് കടുത്ത തണുപ്പുണ്ടെങ്കിലോ, മഴ പെയ്താലോ? ഹാളിനുള്ളിൽ കുട്ടികൾ സുരക്ഷിതരായിരിക്കും. മാസ്റ്റർ അങ്ങനെ തീരുമാനിച്ചു. ക്യാമ്പിംഗ് ക്യാമ്പിംഗ്, കുട്ടികൾ ആർത്തു വിളിച്ചു. ഹർഷോന്മാദങ്ങൾക്കിടയിൽ അവർ ചെറുസംഘങ്ങളായി വിഭജിക്കപ്പെട്ടു. അധ്യാപകരുടെ സഹായത്തോടെ ആവശ്യമുള്ള അത്രയും എണ്ണം കൂടാരങ്ങൾ ഹാളിലാകെ ഉയർത്തി. ഓരോന്നിലും 3 പേർക്ക് വീതം കിടക്കാൻ പാകത്തിലുള്ളവ. ടോട്ടോച്ചാൻ തിടുക്കത്തിൽ പൈജാമ ധരിച്ചു. കുട്ടികൾ ആഹ്ലാദത്തോടെ കൂടാരങ്ങൾ തോറും ഇഴഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അവിടെ നിന്നും മറ്റൊരിടത്തേക്ക്. എണ്ണമറ്റ പരസ്പര സന്ദർശനങ്ങൾ. എല്ലാവരും പൈജാമയ്ക്കുള്ളിലായി കഴിഞ്ഞു. ഏവർക്കും കാണാനാവും വിധം കൂടാരങ്ങൾക്ക് നടുവിലൊരിടത്ത് മാസ്റ്റർ ഇരുന്നു. വിദേശങ്ങളിലേക്കുള്ള തന്റെ യാത്രകളെക്കുറിച്ച് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്നു. തങ്ങൾ കണ്ടിട്ടില്ലാത്ത പുറം നാടുകളിലെ കഥകൾ അവർ നിറഞ്ഞ കൗതുകത്തോടെ കേട്ടു. ചിലർ കൂടാരത്തിൽ നിന്ന് തല മാത്രം പുറത്തേക്കിട്ട് കിടന്നു. ചിലർ വിടർന്ന കണ്ണുകളോടെ നിവർന്നിരുന്നു. തീരെ ചെറിയ ചില കുട്ടികൾ മുതിർന്നവരുടെ മടിയിൽ തലവെച്ച് കിടപ്പായി. മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നു. മനം മയക്കുന്ന ഒരുപാട് കഥകൾ. കഥകളിൽ കടന്നുവന്ന കടലിനക്കരെയുള്ള അജ്ഞാത ദേശങ്ങളിലെ കുട്ടികൾ തങ്ങളുടെ ചങ്ങാതികളെന്ന പോലെ ചിലപ്പോഴൊക്കെ അവർക്ക് തോന്നി.
അസംബ്ലി ഹാളിൽ തീർത്ത കൂടാരങ്ങൾക്കുള്ളിലെ സഹശയനം. എത്ര ലളിതമായ സംരംഭം! പക്ഷേ ടോമോയിലെ കുട്ടികൾക്ക് അത് അപൂർവമായ ഒരു അനുഭവമായിരുന്നു. വിസ്മയവും ആഹ്ലാദവും നിറഞ്ഞ, വിലമതിക്കാനാവാത്ത ഒന്ന്. ഓർമ്മകളിൽ പച്ചപിടിച്ചു നിൽക്കുന്ന ഒന്ന്. കുട്ടികൾക്ക് സന്തോഷം പകരേണ്ടതെങ്ങനെയെന്ന് കൊബയാഷി മാസ്റ്റർക്ക് നന്നായി അറിയാമായിരുന്നു. മാസ്റ്റർ കഥകൾ അവസാനിപ്പിച്ചു. ഹാളിലെ വിളക്കുകളൊക്കെയും കെട്ടു. കുട്ടികൾ ഓരോരുത്തരും തങ്ങളുടെ ഉറക്കറയിലേക്ക് ഉൾവലിഞ്ഞു. ചില കൂടാരങ്ങളിൽ നിന്ന് ചിരിയുടെ അലകൾ ഉയർന്നു. ചിലയിടങ്ങളിൽ നിന്ന് അടക്കം പറച്ചിലുകൾ. ദൂരെ ഏതോ കോണിൽ നിന്ന് ഒരു കെട്ടിമറിച്ചിലിന്റെ പൊട്ടിച്ചിരിയും കിലുകിലാരവവും. പിന്നെ ശബ്ദങ്ങൾ കുറേശ്ശെ ഒടുങ്ങി. എല്ലാം നിശബ്ദമായി. കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങളോ ചന്ദ്രികയോ ഇല്ലാത്ത ക്യാമ്പായിരുന്നു അത്. പക്ഷെ കുഞ്ഞുങ്ങൾക്കത് ഏറെ ആസ്വാദ്യമായി തോന്നി. അസംബ്ലി ഹാൾ അവരെ സംബന്ധിച്ചിടത്തോളം തമ്പുകൾ നിറഞ്ഞൊരു തുറസ് തന്നെയായിരുന്നു. സ്മരണ, അതിന്റെ നിലാവും നക്ഷത്രവിളക്കുകളും കൊണ്ട് ആ രാത്രിയെ എന്നേക്കുമായി പൊതിഞ്ഞു.